നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 ഫിക്സ്ചർ നിർണയ നറുക്കെടുപ്പ് കഴിഞ്ഞപ്പോൾ മാഡ്രിഡ് ഡെർബിയാണ് റൗണ്ട് ഓഫ് 16 വരാൻ പോകുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡും റയൽ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ തീ പറക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ റൗണ്ട് ഓഫ് 16 മത്സരത്തിനായിട്ട് ഒരു ട്രിപ്പ് പോകേണ്ടതില്ലല്ലോ, കാരണം മാഡ്രിഡിൽ തന്നെയാണല്ലോ കളി. അതിപ്പോൾ ലാഭമായോ എന്ന് ഡിയേഗോ സിമിയോണിയോട് ഇന്നലെ മാധ്യമങ്ങൾ ചോദിക്കുകയുണ്ടായി. സിമിയോണിയുടെ മറുപടി, നോ ചാമ്പ്യൻസ് ലീഗ് ട്രിപ്പ് അഗെയിൻസ്റ്റ് റയൽ മാഡ്രിഡ്. ഞാൻ അതിനെ ആ അർത്ഥത്തിൽ കാണുന്നില്ല, മറിച്ച് ഇതൊരു ബിഗ് മാച്ചാണ്, ഞങ്ങൾ അതിനു വേണ്ടി പ്രിപ്പയർഡാണ്. അതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോൾ എളുപ്പമായി എന്നല്ല, മറിച്ച് ബിഗ് മാച്ചാണ് മുന്നിൽ വരുന്നത്, അതിനെ ആ അർത്ഥത്തിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ റയൽ മാഡ്രിഡിനെ വീണ്ടും 2 തവണ കൂടി ഈ സീസണിൽ നേരിടാൻ പോവുകയാണ്. ഈ തവണ ചാമ്പ്യൻസ് ലീഗിലാണ് നിങ്ങൾ നേരിടാൻ പോകുന്നത്. എന്താണ് നിങ്ങളുടെ ഫീലിംഗ്? ഡിയേഗോ സിമിയോണിയുടെ മറുപടി, എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഈ ഒരു കാര്യത്തിൽ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. സോ എന്തൊക്കെ നിങ്ങൾ ചോദിച്ചാലും എനിക്കിതിന് ഒറ്റ ഉത്തരമേ പറയാനുള്ളൂ, ഇറ്റ്സ് എ ബിഗ് മാച്ച് ആൻഡ് വി ആർ പ്രിപ്പയർഡ്. ഇത് മാത്രമേ എനിക്കിപ്പോൾ ഇതിൽ പറയാനുള്ളൂ എന്നാണ് ഡിയേഗോ സിമിയോണി പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുകയാണ്, ഇപ്പോൾ നിങ്ങളെ ക്ലബ്ബ് മാഡ്രിഡ് ഡെർബിയൊക്കെ വരുന്ന ഘട്ടത്തിൽ ഈ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞ് ഫണ്ണായിട്ട് കളിക്കപ്പുറമുള്ള കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ സിമിയോണി ചോദിക്കുകയാണ്, നിങ്ങൾ വെയിറ്റ് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? മാഡ്രിഡുമായിട്ടുള്ള കളിയെക്കുറിച്ചാണോ വലൻസിയുമായിട്ടുള്ള കളിയെക്കുറിച്ചാണോ പറയുന്നത്? അപ്പം മാധ്യമപ്രവർത്തകൻ പറഞ്ഞു 2 ടീമിനെ കുറിച്ചുമാണ് എന്ന് പറയുമ്പോൾ സിമിയോണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല, ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ പറയേണ്ടതുള്ളൂ, അത് വലൻസിയ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിന് വഴി തിരിച്ചുവിടുകയാണ്. ഏതായാലും ഈ സമീപകാലത്ത് ഈ 2 ക്ലബ്ബുകൾ തമ്മിലുണ്ടായിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള കാര്യങ്ങൾ അത് വീണ്ടും തുടരും യുവേഫ ചാമ്പ്യൻസ് ലീഗിലും എന്ന് വേണം പ്രതീക്ഷിക്കാൻ. ഇപ്പോൾ ഈ കളിക്ക് മുന്നോടിയായിട്ട് റയൽ മാഡ്രിഡിൻ്റെ ഫിക്സറിൽ ലാലിഗ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയിട്ടുണ്ട്. അതായത് റയൽ മാഡ്രിഡിന് ഈ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള വീക്കെൻഡിൽ ഞായറാഴ്ചയായിരുന്നു കളിയുണ്ടായിരുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡിന് ശനിയാഴ്ചയോ. അപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിന് കൂടുതൽ റെസ്റ്റ് ഡേ കിട്ടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും. അത് പരിഹരിച്ചുകൊണ്ട് ഇപ്പോൾ റയലിൻ്റെ മത്സരം ബെറ്റീസിനെതിരെ മാർച്ച് 1 നടക്കേണ്ട ആ മത്സരം, മാർച്ച് 2 നടക്കേണ്ട മത്സരം മാർച്ച് 1 മാറ്റിയിട്ടുണ്ട്. സോ ശനിയാഴ്ച തന്നെയാണ് ആ കളി നടക്കുക. മാർച്ച് 1 ശനിയാഴ്ച രാത്രി ഇന്ത്യൻ സമയം 11 മണിക്കാണ് റയൽ ബെറ്റിസ് വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരം ഉണ്ടാവുക. പിന്നെ മാർച്ച് 4 അത്ലറ്റിക്കോ മാഡ്രിഡ് റയൽ മാഡ്രിഡ് മത്സരം റൗണ്ട് ഓഫ് 16 യുവേഫ ചാമ്പ്യൻസ് ലീഗ് പോരാട്ടം. ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് 5 പുലർച്ചെ 1:30 ആദ്യപാദ മത്സരം. അത് കഴിഞ്ഞിട്ട് രണ്ടാം പാദ മത്സരം മാർച്ച് 13 പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 മെട്രോപൊളിറ്റനോയിലാണ് രണ്ടാം പാദ മത്സരം നടക്കുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് സ്റ്റുഡിയോ എത്താം.